ഈ പെരുന്നേല പോപ്പ് പച്ചക്കള്ളം പറയുകയാണ്. സതീശനോട് 2 തവണ കാണാൻ അനുവാദം ചോദിച്ചിട്ട് എനിക്ക് അനുവാദം തന്നില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇനി വേറെ വഴി നോക്കിക്കോളാം. മുഖ്യമന്ത്രിയെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിക്കേണ്ടുന്ന കാര്യം വേറെ ഏത് വഴിക്ക് നടപ്പാക്കുമെന്ന് എനിക്കറിയില്ല. ഇത് വാർത്താ സമ്മേളനത്തിൽ സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മുഖ്യമന്ത്രിയോട്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രിയായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ദുഷ്ടബുദ്ധിയോടെയാണ്. നിങ്ങൾ ഹിന്ദു ഐക്യവേദിക്കാരെ കണ്ടല്ലോ, എന്നിട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ എന്തുകൊണ്ട് കണ്ടില്ല? അപ്പോൾ സതീശൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതായത് ഈ പറയുന്ന വിളി വന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ബജറ്റ് വളരെ കോൺഫിഡൻഷ്യലായിട്ട് രഹസ്യാത്മകമായി ചെയ്യുന്ന കാര്യമാണ്. ആ സമയത്ത് ഞാൻ ഫോണും മറ്റും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഫോൺ എടുത്തു, മുഖ്യമന്ത്രി ബജറ്റിൻ്റെ തിരക്കിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വിളിച്ചു. അപ്പോൾ കാണണം എന്ന് പറഞ്ഞു. ചില ഇടയ്ക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു? അത് മുഖ്യമന്ത്രി പറഞ്ഞില്ല. എത്ര ദിവസം കഴിഞ്ഞു? എന്നാലും ഞാനൊന്ന് ലെറ്റ് മീ കംപ്ലീറ്റ്. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്നത്, ഞാൻ തിരിച്ചു വിളിച്ചു. എത്ര ദിവസം കഴിഞ്ഞാലും തിരിച്ചു വിളിച്ചല്ലോ. തിരിച്ചു വിളിച്ച് പറഞ്ഞു, കാണണം, ചില കാര്യങ്ങളുണ്ട്, കാണാമല്ലോ എന്ന് പറഞ്ഞു. അതല്ലാതെ കാണാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അനുവാദം നിഷേധിച്ചിട്ടില്ല. എനിക്ക് മുഖ്യമന്ത്രി സതീശൻ പറയുന്നതിലാണ് വിശ്വാസം. എനിക്കതിലൊട്ടും വിശ്വാസമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ കാര്യത്തിൽ സുകുമാരൻ നായർക്ക് ഒരു കളവ് പറയേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുകുമാരൻ നായരെ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. ഇദ്ദേഹം ബജറ്റിൻ്റെ തിരക്കിലായിരുന്നു എന്നുള്ളത് അതും സത്യമാണ്. പക്ഷേ അത്ര തിരക്കുണ്ടെങ്കിലും ശരിയാണ്, സുകുമാരൻ നായരെ പോലുള്ള ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ സുകുമാരൻ നായരെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് മതിപ്പുണ്ടോ ആദരവുണ്ടോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഇന്നിപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും വലിയ ഒരു സമുദായ സംഘടനയുടെ, വളരെ പവർഫുള്ളായ ഒരു സമുദായ സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ സ്വന്തം ആളുകൾ തന്നെ ഏറ്റവും കൂടുതൽ തെറി പറയുന്ന അത് ചോദിച്ചാലും സുകുമാരൻ നായർ അല്ല, അതായിരിക്കാം. അത് ഇപ്പം നായന്മാരുടെ ഇഷ്ടാനുസരിച്ച് നായന്മാർ തെറി പറഞ്ഞോട്ടെ. പക്ഷേ നിയമ അനുസരണം ആ പദവിയിലിരിക്കുന്ന ഒരാളാണ്. നമ്മളെപ്പോഴും ദ റെസ്പെക്റ്റ് ഓൾവേസ് ഗോസ് നോട്ട് ടു ദ പേഴ്സൺ ബട്ട് ടു ദ പൊസിഷൻ. സീറ്റിനാണ്. അതാണ് റെസ്പെക്റ്റ്. ഇപ്പോൾ വളരെ ജൂനിയറാണ് സതീശനെങ്കിലും സതീശൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിക്കും. പിണറായി വന്നപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, വരുന്നത് മുഖ്യമന്ത്രി. പിണറായി പക്ഷേ VS മുഖ്യമന്ത്രി വന്നപ്പോൾ എണീറ്റില്ല. അത് പിണറായിയുടെ സംസ്കാരം. പക്ഷേ നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഈ പദവികളെ നമ്മൾ ആദരിക്കണം. പദവികൾ ആദരിക്കപ്പെടുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ടാണല്ലോ മേയർ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതെ. അല്ലാണ്ട് MLA വരുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമല്ലോ. നമ്മൾ ഒന്ന് കാരണം MLA ആണ് വരുന്നത്, ജനപ്രതിനിധിയാണ്, അതങ്ങനെയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു സമുദായത്തിൻ്റെ സമുന്നതനായ ഒരു നേതാവ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ആ അവസരങ്ങളൊന്നും പറഞ്ഞില്ല. അതൊരു വസ്തുതയാണ്. ഇനി സതീശൻ സമുദായ നേതാക്കളെ ഒന്നും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്ന് വെക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു തരാം, VS അച്യുതാനന്ദന് ഒരു സമുദായ നേതാവിനെ അങ്ങ് പോയി കണ്ടിട്ടില്ല, ഒരു ബിഷപ്പിനെയും പോയി കണ്ടിട്ടില്ല, ഒരു മൊല്ലാക്കയെയും പോയി കണ്ടിട്ടില്ല. VS അച്യുതാനന്ദൻ്റെ നിലപാടതായിരുന്നു. അതിൻ്റെ പേരിൽ VS അച്യുതാനന്ദനോട് ഒരാൾക്കും എതിർപ്പില്ല. സതീശൻ അങ്ങനെ സമുദായ നേതാക്കളെ കാണാൻ വിസമ്മതിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം മുസ്ലിം നേതാക്കളെയും ക്രിസ്ത്യൻ നേതാക്കളെയും അവരുടെ പൗരോഹിത്യരെയും തരം തിരിവനുസരിച്ച് അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സമുദായ നേതാക്കളെ കാണുന്നതിൽ വിരോധമില്ല. സാർ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി മനഃപൂർവ്വം സുകുമാരൻ നായരെ ഒന്ന് അവഗണിച്ചു എന്നാണ്. അല്ല, അതിനകത്തൊരു അവഗണന ഉണ്ടെന്ന് സുകുമാരൻ നായർക്ക് തോന്നിയതിൽ പക്ഷേ ഞാൻ തെറ്റു പറയില്ല. അങ്ങനെ സുകുമാരൻ നായരെ അവഗണിച്ചു എന്നൊരു തോന്നൽ സുകുമാരൻ നായർക്കുണ്ടായി എന്നതിൻ്റെ പേരിൽ കേരളം മൊത്തം കൈയടിക്കുന്നുണ്ട്. കാരണം ഈ മനുഷ്യൻ മുൻകാലങ്ങളിൽ ചെയ്ത പ്രവൃത്തി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി കയറണ്ട എന്ന് പറഞ്ഞു, ഒരു ഗവർണർ ആനന്ദബോസിനെ കയറ്റില്ല എന്ന് പറഞ്ഞു, സുരേഷ് ഗോപിയെ പച്ചയ്ക്ക് അപമാനിച്ചു വിട്ടു കേന്ദ്രമന്ത്രിയെ. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അതിനകത്തൊരു അത് കേരളത്തിലെ ഭൂരിപക്ഷം. ഒറ്റ കാര്യം, സുകുമാരൻ നായർ അങ്ങനെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ സുകുമാരൻ നായരോട് സതീശൻ ചെയ്തതും തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന് അർത്ഥം. അല്ല, അത് ആരെങ്കിലും അങ്ങനെ ചെയ്യണം. അല്ല, ആരെങ്കിലും ചെയ്യാൻ പാടില്ല, മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അദ്ദേഹം പ്രീതിയോ വിദ്വേഷമോ കൂടാതെ ഭരണഘടനയാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നിയമവും ചട്ടവും അനുസരിച്ച് എല്ലാവർക്കും നീതി തുല്യ രീതിയിൽ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ആളാണ്. നിങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരേപോലെ സുകുമാരൻ നായരെ സംരക്ഷിക്കുകയാണല്ലോ. രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞിരിക്കുന്നു സുകുമാരൻ നായർക്ക് എതിരായ നിലപാടൊന്നും BJPക്ക് ഇല്ല എന്ന്. അല്ല, BJP എന്തിനാണ് സുകുമാരൻ നായർക്ക് എതിരായുള്ള നിലപാട് സ്വീകരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? എന്തിന്? സുകുമാരൻ നായർ നിയമമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ആയിട്ട് ആ പദവിയിൽ ഇരിക്കുവോളം ആ പദവിയെ ആദരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്, BJPക്കും ഉണ്ട്. അല്ല, അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ഉപരാഷ്ട്രപതിയെ ആദരിക്കാൻ, രാജ്യത്തെ കേന്ദ്രമന്ത്രിയെ ആദരിക്കാൻ, രാജ്യത്തെ പ്രസിഡന്റും ഉപരാഷ്ട്രപതിയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോട്ടോകോൾ വ്യവസ്ഥകളുള്ള ഗവർണറെ ആദരിക്കാൻ മനസ്സില്ലാത്ത ഒരാളെ അല്ല, അങ്ങനെ അതെല്ലാം BJPക്കാരാ. അല്ല, അതെല്ലാം BJPക്കാരായിട്ടും അദ്ദേഹം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവഹേളിക്കേണ്ട കാര്യം BJPക്ക് എന്താ ഉള്ളത്? അല്ല, ആരാണ് അവഹേളിച്ചത്? കാരണം ഉപരാഷ്ട്രപതി പറഞ്ഞു, അല്ല, ഞാൻ പ്രസിഡന്റാണ്, ഞാൻ സെക്രട്ടറിയാണ്. ഉപരാഷ്ട്രപതി ആരുടെയും പേര് പറഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞ എന്താണ്? ഉപരാഷ്ട്രപതിയുടെ വിസിറ്റ് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല, തൊട്ടടുത്താണ് വന്നിറങ്ങുന്നത്, എന്നാൽ പിന്നെ ഒന്ന് കയറിക്കളയാമെന്ന് കയറി പുള്ളി വന്നതാണ്, അത് വേണ്ടെന്ന് പറഞ്ഞു പുള്ളി എന്നാണ് പുള്ളിയുടെ വാര. ഇപ്പം ഇന്നലെ പറഞ്ഞ അങ്ങനെയല്ല, അവിടെ വന്നാൽ പട്ടിയെ കയറ്റും, അതുകൊണ്ടാണ്. പട്ടിയെ കയറ്റും എന്നുള്ളതൊരു പ്രശ്നമല്ല, പട്ടിയെ ഇങ്ങോട്ട് കയറ്റണ്ട എന്ന് പറഞ്ഞു. അല്ല, അല്ല, ആ പ്രയോഗത്തിൽ ഒരു ദുരർത്ഥം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ദുരർത്ഥമുണ്ട്. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ പോയി. ശബരിമലയിൽ ശ്രീകോവിലിൽ പട്ടി കയറിയില്ല. പ്രധാനമന്ത്രി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, ഗുരുവായൂരമ്പലത്തിൽ പോയി, പട്ടിയെ കയറ്റിയിട്ടില്ല. അതറിയാം സുകുമാരൻ നായർ. അല്ല, പ്രധാനമന്ത്രി അയോധ്യ പോയപ്പോഴും പട്ടി കയറി. ആരെയാണ് ഈ പട്ടിയെ കയറ്റാൻ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, സുകുമാരൻ നായർ പറഞ്ഞ സെക്യൂരിറ്റി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്നിഫർ ഡോഗ് വന്ന് ഇത് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു VVIP വരുമ്പോൾ, ക്ഷേത്രം പോലെയല്ലോ, ഒരു VVIP പോയില്ലേ നരേന്ദ്രമോദി? അല്ല, അതേ പോയി. നരേന്ദ്രമോദിക്ക് അതൊന്നും ബാധകമല്ല. അപ്പം അവിടെ ഈ പറഞ്ഞ നായ വന്നില്ല. അല്ല, നായ പോയില്ലെങ്കിലും നായ പോയാലും നരേന്ദ്രമോദിക്ക് ബാധകമല്ല. അതെന്തും ആയിക്കോട്ടെ, നമുക്ക് ആ വിഷയം വിടാം. എന്തായാലും അങ്ങനെ ചെയ്ത്, പക്ഷേ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ അനാദരിക്കേണ്ട ഒരു ബാധ്യതയും BJPക്ക് ഇല്ല. ഇതിപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സാറിന് ഇതിൻ്റെ താഴെ BJP പ്രവർത്തകർ വന്ന് സാറിൻ്റെ അണികൾ വന്ന് ട്രോളാനുള്ള സാധ്യത വളരെ. അല്ല, അത് ഇപ്പം അണികൾ എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം ഇവരെന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. എന്നാൽ പിന്നെ ഈ നായന്മാർക്ക് എല്ലാവർക്കും കൂടി അദ്ദേഹത്തെ മാറ്റാൻ പാടില്ല. മാറ്റാം, അതിൻ്റെ ഭരണഘടനാ വ്യവസ്ഥ അങ്ങനെ ചത്ത ഒഴിയത്തുള്ളൂ. അല്ല, അങ്ങനെയുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം നിയമം അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇല്ലേ? ഇത് പരാതി വേറെ ഉണ്ട് സാർ. സാക്ഷാൽ മന്നത്തപ്പൻ്റെ ചെറുമകൻ വന്നപ്പോൾ കയറ്റിയില്ല. അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, മന്നത്ത് പത്മനാഭൻ്റെ ചെറുമകൻ വന്നപ്പോൾ മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും നവോത്ഥാന ചരിത്രത്തിലും വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ്. അതിനകത്ത് ഒരു കാര്യം ഓർക്കേണ്ടത്, സ്വന്തം വീട്ടിൽ പന്തിഭോജനം നടത്തിയിട്ടുള്ള ആളാണ്. അതെ അതെ, അത് സവർണ ജാഥ നടത്തി. ഇത് അങ്ങനെയല്ല, ഒരു നമ്പൂരിയെയും ഒരു ഈഴവനെയും ഒരു പുലയനെയും വീട്ടിൽ അകത്ത് ഇരുത്തി അദ്ദേഹത്തിൻ്റെ അമ്മ ആഹാരം വിളമ്പി കൊടുത്തിട്ടുണ്ട്. അത്രയും വലിയൊരു പന്തിഭോജനം വേറെ ആരും നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് മാത്രവുമല്ല, ഈ ചെതറിക്കളഞ്ഞിരുന്ന നായർ സമുദായത്തെ മുഴുവൻ ഒരുമിപ്പിക്കുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു വലിയ പങ്ക്. ആ നായന്മാരിൽ ഏറ്റവും താഴെയുള്ള ജാതിപ്പേരായിരുന്നു നായർ എന്നുള്ളത്. അതാണ് അദ്ദേഹം സ്വീകരിച്ചത്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് വലിയ ആദരവുള്ള ഒരാളാണ് അദ്ദേഹം. കാരണം അത്രയേറെ സംഭാവനകൾ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന രീതിയിൽ NSSനെ ഒരു കരുത്തുറ്റ ഒരു സംഘടനയാക്കിയെടുത്തതും നായന്മാർക്കൊരു ഐക്യബോധം ഉണ്ടാക്കി കൊടുത്തതും ഒക്കെ മന്നത്താണ്. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ എന്താണെന്ന് എനിക്കറിയില്ല. കൊച്ചുമകൻ വന്നിട്ട് കയറ്റിയില്ലേ അതൊക്കെ അവർ തമ്മിലുള്ള സംഘടനയുടെ ഇൻറ്റേർണൽ ഇഷ്യൂസിൽ
BJPക്ക് എന്താ കാര്യമെന്ന്? അങ്ങനെയല്ലേ സാർ, അതിന് വ്യത്യാസം ചോദിക്കട്ടെ. ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിൽ വലിയ ഈടുവയ്പ്പുകൾ നൽകിയ ആളാണ് മഹാനായ മന്നത്ത് പത്മനാഭൻ. അതൊരു സമൂഹത്തിൻ്റെ പൊതുസ്വത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി കുടീരത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ആർക്കും വരാനുള്ള അവസരം ഉണ്ടാവണ്ടേ? അല്ല, അങ്ങനെ ഒരു ആർക്കും വരാനുള്ളൊരു അവസരം ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ള കാര്യം ആ സ്മൃതി കുടീരം ഉണ്ടാക്കി സംരക്ഷിക്കുന്നവർക്ക് തീരുമാനിക്കാവുന്നതാണ്. അത് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളുടെ അല്ല, അങ്ങനെയല്ല. കേവലം ഞാൻ ഇച്ഛയ്ക്കനുസരിച്ചാണ്. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഈ ജനറൽ സെക്രട്ടറി അയക്കുന്ന ഈ മറ്റെന്താണ് ഈ സുകുമാരൻ നായർ ഇങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവർക്ക് വേറൊന്നും ചെയ്യാമല്ലോ. അവിടുത്തെ പ്രതിനിധി സഭ ചേരൂല്ലേ? പ്രതിനിധി സഭയ്ക്ക് ഇത് തെറ്റാണെന്ന് പറയാമല്ലോ. എന്താ അവർ പറയാത്തത്? പ്രതിനിധി സഭയിലെ അംഗങ്ങളെയൊക്കെ ജനറൽ സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നതെങ്കിലോ? ഏത്? അല്ല, അപ്പോഴും ഞാൻ പറയുന്ന അവരെല്ലാവരും ആ ഒരു സംഘടനയുടെ പൊതു തീരുമാനമാണ്. ആ സംഘടനയുടെ പൊതു തീരുമാനം ആ സംഘടനയിൽ അല്ലാത്തൊരാൾ പുറത്തുള്ള ഒരാൾക്കകത്ത് എന്ത് കാര്യം? അല്ല, പുറത്തുള്ളവരല്ല, പിന്നെ സംഘടനയിലുള്ള നായർ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഇതിനോട് യോജിക്കുന്നില്ല. അല്ല, മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം പേരും പ്രതിനിധി സഭയിൽ സുകുമാരൻ നായർ സാറിനോടാണ് യോജിക്കുന്ന, മറ്റവരോടല്ല. പ്രതിനിധി സഭയിലെ അംഗങ്ങളെ ഈ സമുദായ അംഗത്തിലെ ഭൂരിപക്ഷം പേരും അല്ല, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ അത് മാത്രവുമല്ല, NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് സമൂഹത്തിൽ സ്വാധീനം ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കത്തില്ല. സ്വാധീനമുള്ള ആളാണ്. സ്വാധീനമുണ്ട്. ആ സമുദായ അംഗങ്ങളിൽ ഒരു 10, 20, 30% പേര് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണെന്ന് 3 തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കറിയാം. പിന്നെ അദ്ദേഹം വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആലപ്പുഴ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊന്ന് കാണണം, ഞാൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ടെലിഫോണിൽ സംസാരിച്ച് അല്ല നേരിട്ടറിയാം, എന്നെ അറിയുകയും ചെയ്യാം. എന്നോട് അങ്ങനെ അനിഷ്ടമെന്നുള്ള ഒരാളല്ല. അവിടെ ചെന്ന് അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് സോമൻ എന്ന ജില്ലാ പ്രസിഡന്റ് സോമനും ഉണ്ട്. ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് എന്നെ വളരെ ഇതായിട്ട് സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞ് കശുവണ്ടി മറ്റെന്താണ് ഈ 3 ഇഞ്ച് നീളമുള്ള നെയ്യിൽ വറുത്ത് പിന്നെ ഈ കുരുമുളക് തൂകിയ കശുവണ്ടിയൊക്കെ തന്നിട്ട് പറഞ്ഞ് രാധാകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ സഹായിക്കില്ല. നേരിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ? അല്ല, രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുപക്ഷം ജയിക്കും, ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരാണ്, അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുള്ളൂ. രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ എനിക്കിഷ്ടമാണ്, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ജയിക്കില്ല. ഞാൻ പറഞ്ഞു ശരി, അത് വേണ്ട. ഞാൻ പറഞ്ഞാൽ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നുണ്ട്, സുരേന്ദ്രൻ വോട്ട് ചെയ്യണം. സുരേന്ദ്രന് ഞാൻ വോട്ട് ചെയ്യില്ല, വോട്ട് ചെയ്യാൻ പറയില്ല. എന്താ കാരണം? അവിടെ ശ്രീധരൻ പിള്ളയെ കാൻഡിഡേറ്റ് ആക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്. ഞാനൊരു സംഘടനയുടെ നേതാവല്ലേ, നായന്മാരുടെ ഒരു നേതാവ് നിലയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ആദരിക്കേണ്ടതല്ലേ. അത് എൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ല പറഞ്ഞത്, സോമൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ സുരേന്ദ്രനെ തോൽപ്പിച്ചത് സുകുമാരൻ നായരാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അല്ല, അത് ഇത് നേരിട്ട് പറഞ്ഞാണ്, സോമൻ സാക്ഷിയാണ്. അപ്പോൾ അത് പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി, അതും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു കറുത്തതാണെങ്കിലും നല്ല പവന്മാർക്ക് നായരാണ് കുമ്മനത്തിന്. അപ്പോൾ ഇദ്ദേഹം കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് അവൻ എവിടെ മത്സരിച്ചാലും അവനെ തോൽപ്പിക്കും. അപ്പോൾ ഞാനായി അമ്പരന്ന്, കാരണം എന്താ ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറയണത് ഈ കുമ്മനം NSSന് ബദലായിട്ട് ഏതോ ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ തുറന്ന് കാര്യം പറയുന്ന ഒരാളാണ്. എനിക്കതിനകത്ത് യാതൊരു പരാതിയില്ല. രാജേഷൻ പോയിക്കോളൂ, ഞങ്ങളിത് എല്ലാം ശരിയാക്കി തന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് എൻ്റെ അനുഭവത്തിൽ സുകുമാരൻ നായരെ ഇഷ്ടവും അനിഷ്ടവും തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ സതീശനോട് പറയുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അണ്ട് മനസ്സിലൊന്ന് വെച്ച് വേറൊരു തരത്തിൽ പെരുമാറുന്ന ഒരാളാണ് സുകുമാരൻ നായർ സാറെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. എന്നോട് വലിയ വിദ്വേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നെ പുള്ളി വിമർശിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശീലം അതാണ്, അദ്ദേഹം അത് ചെയ്യുന്നു. ആ ശീലം ഇഷ്ടപ്പെടുന്നവരാണ് NSS പ്രതിനിധി സഭയിലെ അംഗങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ അദ്ദേഹത്തെ അവിടെ തോൽപ്പിക്കേ.
ഏതായാലും ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. സാറിനോട് എങ്ങനെ പറയും? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. രാധാകൃഷ്ണൻ സാറിനെ ഒന്ന് കൈകാര്യം ചെയ്യണം. എനിക്കതാ പറയാനുള്ളത്. ഞാനൊരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല, ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.